നമസ്കാരം. ഞങ്ങളിന്ന് പാർലിക്കാട് ഉള്ള ഒരു അക്വഡക്റ്റ് ബ്രിഡ്ജ് കാണാൻ വന്നതാണ്. അപ്പോൾ പിള്ളേരെ എക്സാമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഒക്കെ ഫ്രീ ആയി. നമുക്കതൊന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ കനാലിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. വാഴാനി ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് ഈ കനാൽ വഴി ഈ അക്വഡക്റ്റ് ബ്രിഡ്ജിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല പോലെ നെൽപ്പാടങ്ങളും അതിൻ്റെ സൈഡിലൊക്കെ പറയുകയാണെങ്കിൽ തെങ്ങിൻ തോപ്പുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ നമുക്ക് കുറച്ച് നേരം വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചിലർ റീൽസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ചിലർ വെറുതെ വന്ന് അവിടെ അങ്ങനെ വെള്ളത്തിലും കാലിട്ടും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം. അതുപോലെ ഇവിടെ ഈ ബ്രിഡ്ജിനെ അക്ലേറ്റ് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു ബ്രിഡ്ജ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് മോൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവരുടെ വീട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഒരു തവണ അവർ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇങ്ങനെ അക്വഡക്റ്റ് ബ്രിഡ്ജ് കണ്ടിട്ടുണ്ടോ, അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ. പിന്നെ അന്ന് കുറച്ച് ഈവനിങ് ടൈം ആയിരുന്നു, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ കാരണം പിന്നെ ഞങ്ങൾ അത് ഒഴിവാക്കി. പിന്നെ വെക്കേഷൻ ആയപ്പോൾ നേരെ ഫസ്റ്റ് ഇങ്ങോട്ട് കാണാൻ നിന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്നവരിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഈ വെള്ളം പോകുന്ന ഏരിയ ഏകദേശം 1 മീറ്ററോളം വരുന്നുള്ളൂ. 50 സെൻറ്റിമീറ്ററോളമാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ കുന്നംകുളം ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ആ ഏരിയയിൽ നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരക്കോട് എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് എടുത്ത് വ്യാസ കോളേജ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് റൈറ്റ് വഴി ഇങ്ങോട്ട് വരാം. അതായിരിക്കും വ്യാസ കോളേജിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1-1.5 കിലോമീറ്റർ ഇവിടേക്ക് വരുന്നുള്ളൂ.